ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഓവർ ഹെഡ് സീരീസിന്റെ അടുത്ത പാർട്ടിലേക്ക് കടക്കാം. അപ്പൊ അടുത്ത പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നോൺ റെസിപ്രോക്കൽ ബേസിസിൽ ഓവർ ഹെഡ്സിന്റെ റീ അപ്പോർച്ച്മെന്റ് ആണ്. ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത് നമ്മൾ ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ എന്ത് ചെയ്തു, നമ്മൾ റീ അപ്പോർച്ച്മെന്റ് ചെയ്തു. നമ്മൾ റീ അപ്പോർച്ച്മെന്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷന് രണ്ട് മെത്തേഡ്സ് ഉണ്ട് എന്ന് പഠിച്ചു. രണ്ട് മെത്തേഡായിട്ട് പ്രധാനമായിട്ടും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു മെത്തേഡ്സ്? ഒന്ന് ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് വെച്ചാല് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഓവർ ഹെഡ്സ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രം ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡ്, ആൻഡ് വി കോൾഡ് ഇറ്റ് ആസ് ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർ ഹെഡ്സ് അല്ലെങ്കിൽ കോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റിനും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും എന്ത് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡ്, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്ലാസ്. ഈ മെത്തേഡിനെ നമ്മൾ ഫർദർ രണ്ട് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. നമ്മൾ ആ ചാർട്ടിൽ പഠിച്ചു. നോൺ റെസിപ്രോക്കൽ ബേസിസും റെസിപ്രോക്കൽ ബേസിസും. അതിൽ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന പ്രോബ്ലം, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം നോൺ റെസിപ്രോക്കൽ ബേസിസിലാണ്. അതിനെ നമ്മൾ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്നും വിളിക്കും. അപ്പൊ എന്താണ് എന്തിനാ ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഓവർ ഹെഡ്സിനെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും സർവീസ് ഡിപ്പാർട്ട്മെന്റിനും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഓർഗനൈസേഷനിലും നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് ചില ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ചില കേസസിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാല് ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, പല സർവീസസും കൊടുക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ റിപ്പയർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പവർ ഹൗസ് ഡിപ്പാർട്ട്മെന്റ്. പവർ ഹൗസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എന്താണ്? പവർ ജനറേറ്റ് ചെയ്യുക, ആ പവർ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും കൊടുക്കുക. അപ്പൊ പവർ ഹൗസ് ഡിപ്പാർട്ട്മെന്റ് എന്തായാലും ആർക്ക് പവർ കൊടുക്കും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ഓൾറെഡി പവർ കൊടുക്കും. അതിന്റെ കൂടെ ആർക്കും പവർ കൊടുക്കുന്നുണ്ടാവും? മറ്റുള്ള സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ചിലപ്പോൾ റിപ്പയർ ഡിപ്പാർട്ട്മെന്റ് ആവാം, ചിലപ്പോൾ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ് ആവാം. അവർക്കൊക്കെ എന്ത് കൊടുക്കുന്നുണ്ടാവാം? പവർ കൊടുക്കുന്ന. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവർക്കും കൂടി നമ്മുടെ കോസ്റ്റ് ട്രാൻസ്ഫർ. അതാണ് നമ്മൾ ഈ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. അതിലും നമ്മൾ നോൺ റെസിപ്രോക്കൽ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മെത്തേഡ് നമ്മൾ എപ്പാ യൂസ് ചെയ്യാന്ന് വെച്ചാല് ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റിന് സർവീസ് ഗിവ് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, തിരിച്ചിങ്ങോട്ട് കിട്ടുന്ന സർവീസിനെ, റിസീവ് ചെയ്യുന്ന സർവീസിനെ നമ്മൾ കൺസിഡർ ചെയ്യാണ്ട് ഇഗ്നോർ ചെയ്യുന്ന കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. സോ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ എ സർവീസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് its services to other service department but does not receive any service from other service department. ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റുള്ള സർവീസ് ഡിപ്പാർട്ട്മെന്റിന് സർവീസ് കൊടുക്കുന്നുണ്ട്, എന്നാൽ തിരിച്ചിങ്ങോട്ട് സർവീസ് കിട്ടുന്നില്ലെങ്കിൽ ആ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുക. ഇതിന്റെ തിയറി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റീഅപ്പോർച്ച്മെന്റ് തിയറി വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ്. ആ തിയറി വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അത് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ തിയറി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യുക? ഇത് നമ്മൾ ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്ത പോലെയല്ല, മെത്തേഡിൽ ചെറിയൊരു ചേഞ്ച്. അപ്പൊ എന്താ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നമ്മൾ ഏത് സർവീസ് ഡിപ്പാർട്ട്മെന്റിനെ ആദ്യം റീഅപ്പോർച്ച്മെന്റ് ചെയ്യും. അപ്പൊ ഏത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ആദ്യം റീഅപ്പോർച്ച്മെന്റ് ചെയ്യാന്ന് വെച്ചാല് ഏത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണോ ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സിന് സർവീസ് കൊടുക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം അപ്പോർഷൻ ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഏത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണോ ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സിന് സർവീസ് കൊടുക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റ്, ആ സർവീസ് ഡിപ്പാർട്ട്മെന്റിനെയാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, റീഅപ്പോർഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്, അങ്ങനെ ആ ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, റീഅപ്പോർച്ച്മെന്റ്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇത് ക്ലിയർ ആവും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് സ്റ്റെപ്പ് ലാഡർ മെത്തേഡിൽ ഓവർഹെഡ് റീഡിസ്ട്രിബ്യൂഷൻ നടത്താനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് ആൻസർ നമുക്ക് ചെയ്യാം. വളരെ ഈസിയാണ് ഈ മെത്തേഡ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Century Production Limited has two production department A and B and three service department time, stores and maintenance. Following are the expenses as per primary distribution summary for the month March 2010. ഓക്കെ, അപ്പോൾ സെഞ്ചുറി പ്രൊഡക്ഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനീന്റെ
ഇൻഫോർമേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അവർക്ക് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും 3 സർവീസ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് ടൈം, സ്റ്റോർസ് ആൻഡ് മെയിൻ്റെനൻസ് ആണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് A and B ആണ്. അപ്പൊ അവരുടെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇനി പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണ്ട. ഓക്കെ, അത് നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി. ഇനി നമുക്ക് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞപ്പോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എക്ക് 80,000 ബിക്ക് 50,000. അതേപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ടൈം കീപ്പിംഗിന് 20,000, സ്റ്റോർസിന് 30,000, മെയിൻ്റെനൻസിന് 24,000 ആണ്. ഇതാണ് എന്ത് എന്ന് പറയുന്നത്? നമുക്ക് റീ അപ്പോർഷൻ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇതും കൂടി നമുക്ക് എങ്ങോട്ട് ചാർജ് ചെയ്യണം, ഇതും കൂടി എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും മറ്റുള്ള സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. നമുക്ക് ഒരു ഇൻഫോർമേഷൻ കൂടി തന്നിട്ടുണ്ട്. ഫോളോയിങ് ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഇതാണ് ഇൻഫോർമേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാവും ഇത് ബേസിസ് ആണ്. ഏത് ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്, ആ ബേസിസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത്രയും ഇൻഫോർമേഷൻ. അപ്പൊ നിങ്ങൾക്ക് നോക്കാം, ബേസിസ് നോക്കുമ്പോൾ ചില ഡിപ്പാർട്ട്മെന്റ്സിന് എന്തുണ്ട്? നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ്. നമ്പർ ഓഫ് എംപ്ലോയീസ് ആണെങ്കിൽ അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഉണ്ട്. നമ്പർ ഓഫ് സ്റ്റോർസ് അക്വിസിഷൻ ആണെങ്കിൽ അത് ഈ 3 ഡിപ്പാർട്ട്മെന്റ് ഉള്ളൂ. മെഷീൻ അവേഴ്സ് 2 ഡിപ്പാർട്ട്മെന്റ് ഉള്ളൂ. അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സിനെ സർവീസ് ചെയ്യുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? റീ അപ്പോർഷൻ ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രിക്ക് ആണ്. നിങ്ങൾ എന്ത് നോക്കുക, ക്വസ്റ്റ്യനിൽ ഏറ്റവും കൂടുതൽ ബേസിസ് ആർക്കാ ഉള്ളത് എന്ന്. ഏറ്റവും കൂടുതൽ ബേസിസ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ഉള്ളത് ആ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം റീ അപ്പോർഷൻ ചെയ്യുന്നത്. ബേസിസ് സെയിം ആണ്. നമ്മൾ ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ എടുത്ത സെയിം ബേസിസ് തന്നെയാണ് ഇവിടെ നമ്മൾ ബേസിസ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റീഡിസ്ട്രിബ്യൂട്ട് ദ സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് യൂസിങ് സ്റ്റെപ്പ് മെത്തേഡ്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് റീഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റീ അപ്പോർച്ച്മെന്റ് നടത്താം. ചെയ്യാലോ, എന്താ കുഴപ്പം? ആദ്യം നമുക്ക് നമ്മുടെ ഫോർമാറ്റ് നോക്കുക. ഇങ്ങനെയാണ് നമ്മുടെ ഫോർമാറ്റ് ഉള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഫോർമാറ്റ് ഉള്ളത്. എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവോ, ഒരു ഡിപ്പാർട്ട്മെന്റ് കോളം, ഒരു ബേസിസ് ഓഫ് അപ്പോർച്ച്മെന്റ് ഒരു കോളം, പിന്നെ നമ്മുടെ ടോട്ടൽ, ഈ ടോട്ടൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളം. ചെറിയൊരു വ്യത്യാസം ഉണ്ട് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെയല്ല, ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്ത പോലെയല്ല. ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുക. ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ ടൈം കീപ്പിംഗ് ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആൻസറിലേക്ക് നമുക്ക് എടുത്ത് എഴുതാം. ഓക്കെ, നമുക്ക് തന്നിന്റെ ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് ഇവിടെ എഴുതണം. അപ്പൊ ആദ്യത്തെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ടൈം കീപ്പിംഗ് ആണ്. പിന്നത്തെ സർവീസ് സ്റ്റോർസ് ആണ്. പിന്നത്തത് മെയിൻ്റെനൻസ് ആണ്. ഓക്കെ, ഇത് മൂന്നാണ് നമുക്ക് അപ്പോർഷൻ ചെയ്യേണ്ടത്. അതിന്റെ കൂടെ ഡിപ്പാർട്ട്മെന്റ് എയും ഡിപ്പാർട്ട്മെന്റ് ബിയും നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ തന്നെ. ഓക്കെ, അടുത്ത ബേസിസ് ഓഫ് അപ്പോർച്ച്മെന്റ് ഓരോന്നിന്റെയും കണ്ടുപിടിക്കണം. ടൈം കീപ്പിംഗിന്റെ നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ്. നിങ്ങൾ ആ ചാർട്ട് റെഫർ ചെയ്യുക. നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ് ടൈം കീപ്പിംഗിന്റെ എന്ത് എന്ന് പറയുന്നത്? ബേസിസ് ഓഫ് അപ്പോർച്ച്മെന്റ് എന്ന് പറയുന്നത്. സ്റ്റോർസിന്റേത് നമ്പർ ഓഫ് സ്റ്റോർസ് അക്വിസിഷൻ. അടുത്തത് മെയിൻ്റെനൻസിന്റേത് മെഷീനാണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്പോർഷൻ ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് എയും ഡിപ്പാർട്ട്മെന്റ് ബിയും ഉണ്ടാവില്ല, കാരണം അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് നമുക്ക് അപ്പോർഷൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് മാത്രം അപ്പോർഷൻ ചെയ്താൽ മതി? ഇത് മാത്രം അപ്പോർഷൻ ചെയ്താൽ. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ഇൻഫോർമേഷൻ കൂടി തന്നില്ല, അതും കൂടി എടുത്ത് ചെയ്താൽ. ഗിവൺ ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും ആദ്യം ആൻസറിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ തന്ന മറ്റൊരു ഇൻഫോർമേഷൻ എന്താ? ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞപ്പോൾ ഉള്ള ഡാറ്റ എങ്ങനെയാണ്? ടൈം കീപ്പിംഗിന് 20,000, സ്റ്റോർസിന് 30,000. ഇവിടെ നിന്നാണ് ഇത് എഴുതുന്നത്. ഇനി എവിടുന്നാ എഴുതുന്നത് കൺഫ്യൂഷൻ വരുന്നത്. നമുക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടുള്ള ഫിഗേഴ്സ് ആണ് നമ്മൾ ഈ തേർഡ് കോളത്തിൽ എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതിന്റെ ടോട്ടൽ നമുക്ക് 2,04,000 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിനെ നമുക്കൊന്നും ചെയ്യാനില്ല. ഈ ഡിപ്പാർട്ട്മെന്റ് എന്റെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടുള്ളതും ഡിപ്പാർട്ട്മെന്റ് ബിന്റെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടുള്ള ഫിഗറിനെ നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെയുള്ള ഈ 3 എമൗണ്ട്സിനെ, ഇവിടെയുള്ള ഈ 3 സർവീസ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഓവർ ഹെഡ്സിനെ എന്ത് ചെയ്യണം? റീഡിസ്ട്രിബ്യൂട്ട് അല്ലെങ്കിൽ റീ അപ്പോർഷൻ ചെയ്യണം 1 by 1. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എങ്ങനെ ചെയ്യും? ബേസിസിലാണ് ചെയ്യാന്ന് പറഞ്ഞു. ഏതാ ബേസിസ് ആക്കി എടുക്കുക? അപ്പൊ ഇതിനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ
ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഏത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണോ സർവീസ് കൊടുക്കുന്നത് അവരെ ആദ്യം എന്ത് ചെയ്യുക നമ്മള് അപ്പോർഷൻ ചെയ്യുക. അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ടൈം കീപ്പിംഗിന്റെ ബേസിസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഈ ബേസിസിലാണ് എന്തുള്ളത് ഡാറ്റ തന്നിട്ടുള്ളത്. അപ്പോൾ നോർമലി ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെന്റിനെ സെർവ് ചെയ്യുന്നത് ഏതാണ്? ഈ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ആണ്. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു ഷോർട്ട് കട്ട് ആണ് ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെന്റിനെ സെർവ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റ് നെയിം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ലോണം. നിങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റെയും ഫംഗ്ഷൻ അറിയുന്നുണ്ടെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെന്റിനെ സെർവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ നിങ്ങൾ ബേസിസ് കണ്ടു കഴിഞ്ഞിട്ട് ഏത് ബേസിസ് ആണോ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഉള്ളത് അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആദ്യം അപ്പോർഷൻ ചെയ്യും. ഇനി അപ്പോർഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോന്നായിട്ടാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ 20,000 എന്ത് ചെയ്യണം? ഈ 20,000 ഈ 4 ഡിപ്പാർട്ട്മെന്റിലും, കാരണം നമ്പർ ഓഫ് എംപ്ലോയീസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും തന്നിട്ടുണ്ട്. അപ്പൊ ഈ 4 ഡിപ്പാർട്ട്മെന്റിലേക്കും നമുക്ക് എന്ത് ചെയ്യണം? അപ്പോർഷൻ എങ്ങനെ ചെയ്യും? 20,000. അപ്പൊ നമ്മൾ ഇവിടെ 20,000 തന്നെ ചെയ്യും. കാരണം ടൈംസ് കീപ്പിംഗിലെ 20,000 നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ മൈനസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഫിഗർ എടുത്ത് നമ്മൾ ഇവിടെ തന്നെ ചെയ്തു, അല്ലെങ്കിൽ രണ്ട് കോളത്തിന്റെ അകത്ത് നമ്മൾ ഫിഗർ ഇവിടെ തന്നെ ചെയ്തു. ഓക്കെ, അതിന് വേറെ വലിയ പേർപ്പസ് ഒന്നുമില്ല, അത് നമ്മൾ അവിടെ എങ്ങനെ ചെയ്തു. ഓക്കെ, ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ എന്ത് ചെയ്യും? അപ്പോർഷൻ ചെയ്യും, ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത്? റേഷ്യോ അറിയണം. റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? വർക്കിംഗ് നോട്ട് ചെയ്ത reapportionment of time keeping on the basis of number of workers to other departments. അപ്പൊ reapportionment ratio നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയാ? ഈ 5 എടുക്കരുത്, ടൈം കീപ്പിംഗിന്റെ തന്നെ റേഷ്യോ എടുക്കരുത്, ബാക്കിയുള്ളതൊക്കെ എടുക്കുക. 10:5:10:25. അപ്പൊ 10 എന്തിന്റെയാണ്? 10 സ്റ്റോർസിന്റെ ആണ്, മെയിന്റനൻസിന് 5 ആണ്, എക്ക് 10 ആണ്, ബിക്ക് 25 ആണ്. അപ്പൊ ഈ റേഷ്യോയിൽ എന്ത് ചെയ്യുക? ഈ 20,000 നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യും. എങ്ങനെ ചെയ്യും? സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ഇസ് ഈക്വൽ ടു 20,000. 20,000 എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ റിയപ്പോർഷൻ ചെയ്യാനുള്ള ഫിഗർ. അതിനെന്ത് ചെയ്യുക? 20,000 into 10/50. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും. ക്ലിയർ? അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലേക്ക് പോകും. അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? അടുത്തത് സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റിൽ എത്ര നമുക്ക് റിയപ്പോർഷൻ ചെയ്യേണ്ടത്? 30,000 ആണ്. പക്ഷേ ശ്രദ്ധിക്കുക, 30,000 ആണ് റിയപ്പോർഷൻ ചെയ്യുക. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, 30,000 ആണോ നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ടതല്ല. നമുക്ക് 30,000 കൂടെ എന്തും കൂടി കിട്ടി? ഒരു 4,000 എവിടുന്ന് കിട്ടി? ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഒരു 4,000 കൂടി എങ്ങോട്ട് ട്രാൻസ്ഫേർഡ് ആയി? സ്റ്റോർ കീപ്പിംഗിലേക്ക് ട്രാൻസ്ഫേർഡ് ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 30,000 കൂടെ ഈ 4,000 കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സ്റ്റോർസിന്റെ റീഅപ്പോർച്ച്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്. വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് 30,000 എല്ലാം എന്ത് ചെയ്യേണ്ടി വരിക? റീഅപ്പോർഷൻ ചെയ്യേണ്ടി വരിക. നമുക്ക് ടൈം കീപ്പിംഗ് റീഅപ്പോർഷൻ ചെയ്തപ്പോൾ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് കിട്ടി? ഒരു 4,000 കൂടി എന്ത് കിട്ടി? അവിടുന്ന് റീഅപ്പോർഷൻഡ് ആയിട്ട് കിട്ടി. ആ 4,000 കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന ഫിഗർ ആണ് എന്ത് ചെയ്യേണ്ടത്? സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റീഅപ്പോർഷൻ ചെയ്യേണ്ടത്. സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റിന് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും റീഅപ്പോർഷൻ ചെയ്യോ? ടൈം കീപ്പിംഗിലേക്ക് തിരിച്ച് ചെയ്യില്ല. കാരണം ടൈം കീപ്പിംഗിലേക്ക് നമ്മൾ പറഞ്ഞു എന്ത്? ഗിവ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, ഒരു ഡിപ്പാർട്ട്മെന്റും തിരിച്ചൊന്നും റിസീവ് ചെയ്യില്ല. അപ്പൊ ടൈം കീപ്പിലേക്ക് ചെയ്യില്ല. അപ്പൊ ബാക്കിയുള്ളത് നമ്പർ ഓഫ് സ്റ്റോർസ് ഒക്കെ ബേസിസ്, അത് എവിടെയൊക്കെ ഉണ്ട് എന്ന് നോക്കാം. അതിന്റെ ഫിഗേഴ്സ് ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ 3 ഡിപ്പാർട്ട്മെന്റിലേക്കും, മെയിൻ്റെനൻസിലേക്കും, എയിലേക്കും, ബിയിലേക്കും. അപ്പൊ അതെങ്ങനെ ചെയ്യും? എന്താണ് റേഷ്യോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? റേഷ്യോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ റേഷ്യോ വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഈ റേഷ്യോ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും. മെയിൻ്റെനൻസിന് 34,000 ടോട്ടൽ. ശ്രദ്ധിക്കേണ്ട കാര്യം 30 എടുത്തു പോകരുത്, 30 എടുത്താൽ തെറ്റും. ഓക്കെ, അപ്പൊ അതേപോലെ ഓരോന്നിനും. അടുത്തത് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ബേസിസ് മെഷീൻ അവേഴ്സ്. മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് 2 ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പോർഷൻ ചെയ്യാനുള്ളൂ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എയിലും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ബിയിലേക്കും. പക്ഷേ ശ്രദ്ധിക്കുക, മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തന്നിരിക്കുന്നത് 24 ആണ്. പക്ഷെ നമ്മൾ 24 ആണോ അപ്പോർഷൻ ചെയ്യേണ്ടത്? അല്ല. 24ന്റെ കൂടെ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയ 2,000ഉം റീഅപ്പോർഷൻ ചെയ്ത് കിട്ടിയ 2,000ഉം സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയ 2,400ഉം അത് രണ്ടും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റീഅപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പൊ എത്രയാവും? 24,000 പ്ലസ് 2,000 പ്ലസ് 2,400, 28,400 നമ്മൾ റീഅപ്പോർഷൻ ചെയ്യണം. ഏത് റേഷ്യോയില്? റേഷ്യോ ഇതാണ്, 350:360. അത് നമുക്ക് എങ്ങനെ എഴുതാം?
35:36 ആക്കി എഴുതാം. എന്നിട്ട് 28,400 into 35 divided by 71. ഓക്കെ, അപ്പൊ നമ്മൾ അത് റീഅപ്പോർഷൻ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഡിപ്പാർട്ട്മെന്റ് എന്റെ ടോട്ടൽ എടുക്കുക. ഡിപ്പാർട്ട്മെന്റ് എന്റെ ടോട്ടൽ എടുക്കുക. ഡിപ്പാർട്ട്മെന്റ് എന്റെ ടോട്ടൽ എങ്ങനെ വരും? 80,000 plus 4,000 plus 9,600 plus 14,000, 1,07,600. ഇത് 50,000 plus 10,000 plus 22,000 plus 14,400, 96,400. ഇനി ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ ടോട്ടൽ ചെയ്യുക. ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സെയിം ഫിഗർ കിട്ടണം. കാരണം എന്താ നമ്മൾ ചെയ്തത്, ഈ 3 ഡിപ്പാർട്ട്മെന്റ്സിന്റെ കോസ്റ്റും അല്ലെങ്കിൽ ഓവർഹെഡും ഇങ്ങോട്ട് റീഅപ്പോർഷൻ ചെയ്തതാണ്. അപ്പൊ നേരത്തെ നമുക്ക് ഇവിടെ എന്താണോ ടോട്ടൽ കിട്ടിയിരിക്കുന്നത് അത് തന്നെ നമുക്ക് എന്ത് കിട്ടും, റീഅപ്പോർഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ, നേരത്തെ ഈ 2,04,000 എന്ന് പറയുന്നത് 5 ഡിപ്പാർട്ട്മെന്റിലായിട്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലും സർവീസ് ഡിപ്പാർട്ട്മെന്റിലുമായിട്ട് എന്ത് ചെയ്ത് കിടക്കുകയായിരുന്നു, സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുകയായിരുന്നു. ഇതിന് നമ്മള് സർവീസ് ഡിപ്പാർട്ട്മെന്റിനെ ഇവിടുന്ന് ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്തു, എല്ലാ കോസ്റ്റും എല്ലാ ഓവർഹെഡും നമ്മൾ 2 ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നു. എന്തിലേക്ക്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ബി. ഇങ്ങനെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഓവർഹെഡ്സ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നതിനായിരുന്നു നമ്മൾ എന്ത് എന്ന് പറഞ്ഞത്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള സെക്കൻഡ് മെത്തേഡ് ആണ് എന്ത് എന്ന് പറയുന്നത്, സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. സ്റ്റെപ്പ് ലാഡർ എന്ന് വിളിക്കാൻ കാരണം നിങ്ങൾക്ക് ഇത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ലാഡർ ഷേപ്പിൽ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഷേപ്പിൽ വരുന്നു. ഇതിനെ കൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്, സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങളുടെ കൺഫ്യൂഷൻസ് കമന്റ് ചെയ്യുക. ഇറ്റ് വിൽ ബി ആൻസർ. ഓക്കെ, താങ്ക് യു.